ഭീകന്മാരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ, പിന്നീട് അവരോട് പിൻഗാമികളെയും നാം തുടർത്തും. കുറ്റവാളികളെ കൊണ്ട് അപ്രകാരമാണ് നാം ചെയ്യുക. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാവുന്നു. സത്യനിഷേധികൾക്ക് കിട്ടാൻ പോകുന്ന ഈ വഴിയിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ മഹാനാശം എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് പറയുന്നത് അത് നരകത്തിലുള്ള ചോരയും ജലവും നീരും ഒക്കെ പാടെ കെട്ടിക്കിടക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്കാണ് എന്നാണ്. വൈലും യോമ ഇതില്ലിൽ മുക്കദ്ദിബീൻ. ഇതാണ് പൂട്ടിലെ തേങ്ങ. അപ്പോൾ പതിവ് പോലെ ഇവിടെ 2 തരത്തിലുള്ള ഭീഷണിയാണ് മുഴക്കുന്നത്. ഒന്ന്, ലോകം അവസാനിക്കുന്ന ഭീഷണി. അവസാനിക്കുന്ന ദിവസം വിചാരണ നടത്തി സ്വർഗത്തിക്കും നരകത്തിക്കും കൊണ്ടുപോകുന്ന ശിക്ഷാഭീഷണി. അതിൻ്റെ പുറമെ ഈ ലോകത്ത് തന്നെ പൂർവികന്മാരെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ശിക്ഷിച്ചതിനെക്കുറിച്ചുള്ള താക്കീത്. ഇങ്ങനെ 2-3 തരത്തിൽ മനുഷ്യരെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ്